ഹായ് 4 in 1 ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ബ്രെഡ് കൊണ്ട് ഒരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ ബ്രെഡ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ബ്രൗൺ സൈഡ് നമുക്ക് ആവശ്യം വരുന്നില്ല, നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ജാറിലേക്ക് ഈ ബ്രെഡിനെ നമുക്ക് പീസാക്കി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. പീസാക്കിയതിന് ശേഷം നമുക്കിനി അടിച്ചെടുക്കാം. ഒരു 2-3 വട്ടം ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പൊടിയായി കിട്ടും. പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ഒന്ന് കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായത് പാലാണ്. നമ്മൾ പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുറച്ച് പാലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ ബ്രെഡിൻ്റെ ക്രംസിലേക്ക് നമുക്കിതൊന്ന് ഒരു തുണ്ട് പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴയ്ക്കാം. ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോളോളാക്കി മാറ്റണം. നമുക്കിതിനെ ചെറിയ ബോളോളാക്കി മാറ്റാം. ഞാൻ ചെറിയ ബോളോളാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു 8 ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചീഞ്ചട്ടി വെച്ച് ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 8 എണ്ണവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്നതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ട് നമുക്കിത് ഇപ്പോൾ അത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം കേട്ടോ. പാത്രത്തിലേക്ക് നമുക്ക് കോരി വയ്ക്കാം. നമുക്കിനി ഒരു വേറെ പാത്രത്തിലേക്ക് പഞ്ചസാര സിറപ്പ് വേണം. അപ്പോൾ പഞ്ചസാര നമുക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് ലായനിയാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബോളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ലായനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ആണ് ഐറ്റം. ഇതാണ് നമ്മുടെ ഗുലാബ് ജാം. ബ്രെഡ് കൊണ്ട് ഇങ്ങനെയൊന്നും ഗുലാബ് ജാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.